ഹായ്, എക്സൽ ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്സ് തിരികെ വരണം എന്നുള്ളത് പലരും ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ അവർ തിരികെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് പലർക്കും അറിയില്ല. അതായത് ബ്രേക്കപ്പ് ആയി കഴിയുമ്പോൾ പലർക്കും നമ്മൾ സ്നേഹിച്ചിരുന്ന ആ ഒരു പേഴ്സണെ മറക്കാൻ കഴിയാറില്ല. അതുകൊണ്ട് തന്നെ അവരൊന്ന് തിരികെ വന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. നമ്മുടെ ഭാഗ്യവശാൽ അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെരുമാറുന്നതിനനുസരിച്ചിരിക്കും ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എങ്ങനെ നിങ്ങൾ അവരോട് ബിഹേവ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. എന്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പോയിന്റ്സ് എന്നുള്ളത് നോക്കാം. ഇതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് അവർ നിങ്ങളിലേക്ക് തിരികെ വന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ചില ആളുകൾ ഒറ്റപ്പെടലിനെ പേടിച്ച് റിലേഷൻഷിപ്പിലേക്ക് വരുന്നവരുണ്ട്. അതായത് ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് എപ്പോഴും വിളിക്കാൻ ആളുണ്ട്, ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ ആളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ ഒറ്റപ്പെടൽ ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ആ റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് വന്നു കഴിയുമ്പോൾ ഫുൾ ഒറ്റപ്പെടലാണ് നമുക്ക് ഫീൽ ചെയ്യുക. കാരണം നമ്മളവിടെ മിസ് ചെയ്യും. അതൊരു പേഴ്സണേ അല്ല, പകരം നമ്മളെ വിളിച്ചിരുന്നതും അതുപോലെ സംസാരിച്ചിരുന്നതും ആ കാര്യങ്ങളൊക്കെ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള പേടി കൊണ്ട് പലരും റിലേഷൻഷിപ്പിലേക്ക് തിരികെ വരാറുണ്ട്. ചിലർ നാണക്കേട് കൊണ്ടാണ് വരുന്നത്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന നാണക്കേട്. ചിലപ്പോൾ ഫ്രണ്ട്സ് കളിയാക്കുന്നതായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള കളിയാക്കലോ നാണക്കേടോ ഭയന്നുകൊണ്ട് റിലേഷൻഷിപ്പിലേക്ക് തിരികെ വരുന്ന ആളുകളുണ്ട്. അതല്ലെങ്കിൽ ചില വളരെ റയറായിട്ടുള്ള ആളുകൾ ശരിക്കുമുള്ള യഥാർത്ഥത്തിലുള്ള ഇഷ്ടം കൊണ്ട് വരുന്നവരുണ്ട്. സോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ നിങ്ങളിലേക്ക് തിരികെ വന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. മേ ബി നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത്. അപ്പം നിങ്ങൾ അവരോട് മാറ്റണം എന്ന് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു സ്വഭാവം ഉണ്ടായിരിക്കാം. ഒരിക്കലും നമ്മളെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാളെ മുഴുവനായിട്ട് മാറ്റണമെന്ന് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. എന്നാൽ പോലും അവരിലുള്ള വളരെ മോശപ്പെട്ട് എന്ന് തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അവരോട് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കാം. അതവർ മാറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവർ മാറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു സംസാരിക്കുന്ന രീതി ആയിരിക്കാം. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ അവരുടെ ഹെയർ സ്റ്റൈൽ ആണെന്ന് വിചാരിക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല. എന്നാലും മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അതവർ മാറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതവർ മാറ്റിയിട്ടുണ്ടെങ്കിൽ അവർ യഥാർത്ഥത്തിൽ മാറാൻ തയ്യാറായിട്ടുള്ള നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ നിങ്ങൾ അത്രയും പറഞ്ഞിട്ടും ആ ഒരു കാര്യം അവർ മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെയും നിങ്ങളോട് യഥാർത്ഥമായി ഇഷ്ടത്തിൽ വന്നൊരു പേഴ്സൺ ഒന്നും അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ടൈം എടുക്കുന്നത് അത്യാവശ്യമാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വാക്കുകൾ മാത്രമല്ല പ്രവൃത്തി കൂടി നിങ്ങൾ നോക്കുക എന്നുള്ളതാണ്. വാക്കുകളിലൂടെ എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല, നീ എപ്പോഴും എൻ്റെ കൂടെ വേണം എന്നൊക്കെ പറയുന്ന ഒരാളായിരിക്കാം. പക്ഷേ പ്രവൃത്തിയിൽ അത് കാണുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ചിലപ്പോൾ പ്രവൃത്തിയിൽ ഇപ്പം നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ ആളാകുന്നുണ്ടായിരിക്കാം. അതായത് ആദ്യം പറയുന്നുണ്ടാവും റിലേഷൻഷിപ്പ് ഇപ്പോൾ അവർ ബ്രേക്കപ്പ് ആയതിനു ശേഷം വീണ്ടും ഒരു റീസ്റ്റാർട്ട് പാച്ചപ്പ് ഒക്കെ ആയിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങി കഴിയുമ്പോൾ മേ ബി അവർ പറയുന്നുണ്ടാവും ഞാൻ ഒരിക്കലും പഴയ പോലെ ആവില്ല, നീ എൻ്റെ ജീവനാണ്, നീ ഇല്ലാതെ പറ്റില്ല, ഞാൻ നിന്നെ എപ്പോഴും വിളിക്കും, മെസ്സേജ് അയക്കും, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടാവും. എത്ര തിരക്കുണ്ടെങ്കിലും നിനക്ക് വേണ്ടി ഞാൻ ടൈം സ്പെൻഡ് ചെയ്യും, ഇങ്ങനെയൊക്കെ വാക്കുകൾ കൊണ്ട് അവർ പറയുന്നുണ്ടാവും. പക്ഷെ പ്രവൃത്തിയിൽ അവരത് കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. പ്രവൃത്തിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സോ അവരുടെ പ്രവൃത്തി നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക. എന്നിട്ട് അവരെ പറഞ്ഞതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അവരെ നിങ്ങൾ വിശ്വസിക്കുക, അല്ലെങ്കിൽ അവരെ വിശ്വസിക്കരുത്. കാരണം അവർ പഴയ പോലെ ആവാനുള്ള സാധ്യത കൂടുതലാണ്. നാലാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉടനെ ഇമോഷനായിട്ട് നിങ്ങൾ തീരുമാനങ്ങളൊന്നും എടുക്കരുത്. നമ്മൾ പലരും ഉണ്ട്, അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ വന്നല്ലോ, എപ്പോഴും എന്നെ ഇഷ്ടമാണല്ലോ, എനിക്കത് മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തീരുമാനിക്കും, ഓക്കെ നമുക്ക് പഴയ പോലെ ആവാം, നമുക്ക് വീണ്ടും റിലേഷൻഷിപ്പിലാവാം എന്നൊക്കെ പറയും. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി ഉണ്ടോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ്. അതായത് പെട്ടെന്ന് അവരങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഇമോഷണലി ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ അങ്ങനെ തീരുമാനിക്കേണ്ടതായിരിക്കാം. പക്ഷെ അങ്ങനെ ആവരുത്. കുറച്ചുകൂടി സമയം കൊടുക്കുക അവർക്ക്. എന്നിട്ട് അവർ എപ്പോഴും ആ പറഞ്ഞിട്ടുള്ള സ്നേഹം എപ്പോഴും അവർക്ക് ഉണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ കുറച്ച് സമയം കൊടുത്തിട്ട് അവർ നിങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നു, സ്നേഹത്തോടെ പെരുമാറുന്നുണ്ടോ, പഴയ പോലെയാണോ പെരുമാറുന്നത്, പഴയതിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ, നിങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു തീരുമാനം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പെടാൻ പോണത്. അതുകൊണ്ട് എടുത്തു ചാടി തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കുക. അഞ്ചാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബൗണ്ടറി അത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ സെറ്റ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അവർ നിങ്ങളിലേക്ക് വന്നു എന്നുള്ളത് കൊണ്ട്
നമ്മൾ ഇപ്പോൾ ദേഷ്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ മാറ്റണം. നിങ്ങൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ദേഷ്യമൊക്കെ നിങ്ങൾ മാറ്റുക. അവരോട് എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലുള്ള നെഗറ്റീവ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ ശ്രമിക്കുന്നത് അത്യാവശ്യമാണ്. ബട്ട് ബൗണ്ടറി അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഓക്കെ അല്ല, കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ അത് തുറന്ന് തന്നെ പറയണം. ഒരിക്കലും നിങ്ങൾ അവരുടെ അടുത്ത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിട്ട് വരും. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യരുത്. ഇതെനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത് ഓപ്പൺ ആയിട്ട് അവരോട് പറയുക എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ലൈഫ് പിന്നീട് അങ്ങോട്ട് നന്നായിട്ട് പോകുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ അവർ പഴയ രീതിയിലേക്ക് തന്നെ ആവുന്നുള്ളതാണ്. അതിലേക്കുള്ള വഴി നമ്മൾ തന്നെ തെളിയിച്ച് കൊടുക്കരുത്. അതായത് അതിലേക്ക് അവർക്ക് മീൻസ് പഴയ രീതിയിലേക്ക് ആവാനായിട്ട് നിങ്ങളായിട്ട് വഴി വെക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കുറേയൊക്കെ നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ നിൽക്കണം. നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ പേഴ്സണൽ സ്പേസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും അത് വിട്ട് കൊടുക്കരുത്. അതായത് നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ നിങ്ങൾ നോക്കുക, ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. അവർ വീണ്ടും വന്നു എന്നുള്ളത് കൊണ്ട് ഇനി അവർ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും എന്നുള്ള രീതിയിലേക്ക് ഒരിക്കലും ആവരുത്. ഓക്കെ, ഞാൻ പറയുന്ന കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതായത് എക്സ് തിരികെ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത്തരം രീതിയിലാണ് നിങ്ങൾ അവരോട് ബിഹേവ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് വേണം അവരോട് പെരുമാറാനും ആ റിലേഷൻഷിപ്പ് തുടങ്ങണോ വേണ്ടേ എന്നൊക്കെ നിങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. ഇനി ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ഹോണസ്റ്റ് ആയിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കുക, ഞാൻ ഓക്കെ ആണോ അല്ലയോ എന്നുള്ളത്. ഒരിക്കലും നിങ്ങൾ അവരെ ഓർത്തുകൊണ്ട്, അതായത് അവർ വന്നതല്ലേ, അവർ അത്രയും പറഞ്ഞതല്ലേ, എന്നെ അത്രയും ഇഷ്ടമല്ലേ, അപ്പം ഞാൻ ഇനി ഇഷ്ടപ്പെടാതിരുന്നു കഴിഞ്ഞാൽ തെറ്റല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് പോകരുത്. നിങ്ങൾ നിങ്ങളോട് തന്നെ ആത്മാർത്ഥമായി ചോദിക്കുക, ഞാൻ ഓക്കെ ആണോ, ഈ റിലേഷൻഷിപ്പിലേക്ക് പോകണോ എന്നുള്ള കാര്യം. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഓക്കെ ആണെന്ന് തോന്നിയാൽ മാത്രം അതുമായിട്ട് മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ ഒരിക്കലും പോകരുത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ കുറേ പേർക്ക്, എല്ലാവർക്കും അല്ലെങ്കിൽ കുറേ പേർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാനിത് ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.